CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി കാരാട്ടുകുറിശി ആറങ്കുന്നത്ത് കാവിൽ കളമ്പാട്ട് താലപ്പൊലിയുടെ ഭാഗമായി കാളവേല വർണ്ണാഭമായി. വൈകിട്ട് തട്ടകദേശങ്ങളിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ കാളക്കോലങ്ങൾ കാവിലെത്തി പഞ്ചവാദ്യവും ഉണ്ടായി. വൈകിട്ട് 5-ന് തട്ടകദേശങ്ങളിൽ നിന്ന് വാദ്യഘോഷങ്ങളും ചവിട്ടുകളിയുമായി ഇണക്കാളക്കോലങ്ങൾ കാവിലേക്ക് കൊട്ടിപ്പുറപ്പെട്ടു. സന്ധ്യയ്ക്ക് നിറമാലയും നാഗസ്വരവും ഉണ്ടായി. തുടർന്ന് പടുപ്പാങ്കളം കാളയോടൊപ്പം കാരാട്ടുകുറിശി, എലിയപ്പറ്റ, കുറ്റിക്കോട് ദേശങ്ങളുടെ കാളകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഒരു തവണ പ്രദക്ഷിണം വെച്ചതോടെ കാളയിറക്കം തുടങ്ങി. പിന്നീട് പടുപ്പാങ്കളം കാള, ചളവറ, തൂമ്പായ ദേശങ്ങളിലെയും ഒടുവിൽ ചെർപ്പുളശ്ശേരി ദേശത്തെയും കാളക്കോലങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രസന്നിധിയെ നിറമാലയണിയിച്ച 40-ലേറെ കാളക്കോലങ്ങളും പിന്നീട് ഓരോ തവണ പ്രദക്ഷിണം ചെയ്തു. രാത്രി പഞ്ചവാദ്യവും തായമ്പകയും ഇരട്ട തായമ്പകയും ഉണ്ടായി. താളം നിരത്തിൽ ഇടയ്ക്ക് പ്രദക്ഷിണം, വെളിച്ചപ്പാടിന്റെ നൃത്തം, കഥകളി, ചവിട്ടുകളി എന്നിവയോടെയായിരുന്നു സമാപനം. CCN ചെർപ്പുളശ്ശേരി. മാരായമംഗലം കേട്ടിപ്പടി നിബ്രസുൽ ഇസ്ലാം ആൻഡ് MM ഹയർ സെക്കൻഡറി മദ്രസയിൽ നടന്ന ലീഡർ തിരഞ്ഞെടുപ്പ് മാതൃകയായി. പൊതു തിരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കുന്ന എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തി കുട്ടികൾക്ക് യഥാർത്ഥ ഇലക്ഷൻ അനുഭവം ലഭ്യമാക്കാനാണ് തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ താൽപര്യപ്രകടനവും നോമിനേഷനുകളും സ്വീകരിക്കുകയും തുടർന്ന് സൂക്ഷ്മ പരിശോധനകൾ നടത്തി യോഗ്യതയുള്ള മത്സരാർത്ഥികളെ തീർച്ചപ്പെടുത്തുകയും ചെയ്തായിരുന്നു തിരഞ്ഞെടുപ്പ്. നോമിനേഷൻ പിൻവലിക്കൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നതായി അധ്യാപകർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും പോസ്റ്റർ തയ്യാറാക്കലിലും പ്രചരണ നയങ്ങൾ രൂപപ്പെടുത്തലിലും വിദ്യാർത്ഥികൾ ചിട്ടയോടെയും സമർപ്പണത്തോടെയും പങ്കെടുത്തതായും അധ്യാപകർ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ദേശത്തിനും ഉത്സവപ്രേമികൾക്കും ദൃശ്യവിസ്മയമൊരുക്കി മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കാളവേല ആഘോഷിച്ചു. മേടമാസ ഉത്സവ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചായിരുന്നു വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ കാളവേല ഉത്സവം.
പുലിക്കല്ലൂർ, നെല്ലായ, വല്ലപ്പുഴ, ചളവറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തട്ടകമാണ് മുളയൻകാവിലേത്. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവൻ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ്. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം. പുറമത്ര ദേശത്തിന്റെ വകയാണ് വലിയ കാളവേല. ഇത്തവണത്തെ ഇടപ്പൂരം വണ്ടുന്തറ ദേശമായിരുന്നു നടത്തിയത്. പാരമ്പര്യമായ ദേശക്കാളകൾക്ക് പുറമെ കമനീയ അലങ്കാരവും കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരങ്ങളുമായി വിവിധ വലുപ്പത്തിലുള്ള 100-ൽ പരം ഇണക്കാളകളാണ് തട്ടകത്തിന് ദൃശ്യവിസ്മയം തീർത്ത് കാവുകയറാൻ എത്തിയത്. രാവിലെ ക്ഷേത്രത്തിലും ദേശങ്ങളിലും കാളകെട്ടി അറിയിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. രാത്രിയോടെ വാദ്യഘോഷങ്ങളും ആർപ്പുവിളികളുമായി ദേവീസന്നിധിയിലേക്ക് ഇണക്കാളുകളുടെ പ്രയാണമായി. പാതിരാത്രി പിന്നിട്ടതോടെ തിരുമുറ്റവും ക്ഷേത്രപ്പറമ്പും കാളശില്പങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. കഴിഞ്ഞ 1 മാസമായി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവം നടക്കുന്നുണ്ട്. ഞായറാഴ്ച വണ്ടുന്തറ ദേശവേല ആഘോഷിച്ചു. CCN ചെർപ്പുളശ്ശേരി. ദേശീയപാതയിൽ കുമരമ്പത്തൂർ താഴെച്ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യം. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയത്തിൽ ചർച്ചയുണ്ടായി. ഡിവൈഡറിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഡിവൈഡർ റോഡ് നിരപ്പിൽ നിന്ന് ചെറിയ ഉയരത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല. സൂചനാ ബോർഡുകൾ, സിഗ്നൽ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിവേദനങ്ങൾ പഞ്ചായത്തിൽ ലഭിച്ചതായി പ്രസിഡന്റ് രാജനമ്പാടത്ത് പറഞ്ഞു. മലയോര ഹൈവേയായി രൂപമാറ്റം വരുത്തുന്ന കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയുടെ
ദേശീയപാതയുടെ പ്രവേശന കവാടവും ചുങ്കൻ ജംഗ്ഷനിലാണ്. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെ നിന്നുള്ള വാഹനങ്ങളുടെ തിരക്കും വർദ്ധിക്കുന്നത് വാഹന അപകടങ്ങൾക്ക് കാരണമാകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഡിവൈഡറിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിലും ചർച്ചയുണ്ടായി. ദേശീയപാതയുടെ ഇരുഭാഗത്തും ഇറക്കമിറങ്ങി വരുന്ന ജംഗ്ഷനിലാണ് ഡിവൈഡർ ഉള്ളത്. രാത്രി സമയങ്ങളിൽ അപരിചിതരായ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയാണ്. നിരവധി അപകടങ്ങൾ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. CCN മണ്ണാർക്കാട്. ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം വാർഷികാഘോഷം മെയ് 14 മലപ്പുറം റൂബി ലോഞ്ചിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ സംഘടന നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടക്കും. കഴിഞ്ഞ മെയ് മാസം ഞങ്ങൾ 4ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തിയിരുന്നു. അന്ന് ഇതുപോലെ പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അതിൽ പങ്കെടുത്തത്. ഈ വർഷത്തെ അസോസിയേഷന്റെ ദിനാചരണവും ഈ വീടിന്റെ 5ാമത്തെ വീട് നിർമ്മിക്കുന്നത് കരുളായിലാണ്. ആ വീടിന്റെ താക്കോൽദാനവും ഈ വർഷം സർവീസിന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും, ഇങ്ങനെ 3 പരിപാടികൾ നാളെ രാവിലെ 9:30 മുതൽ റൂബി ലോഞ്ചിൽ വെച്ച് നടക്കുക. 11 മണിക്കാണ് കലക്ടർ വരുന്നത്. കലക്ടറാണ് ഈ താക്കോല് നൽകുന്നത്. ഉദ്ഘാടനം നടത്തും കലക്ടർ തന്നെയാണ്. CCN മലപ്പുറം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് 14 മലപ്പുറം മണ്ഡലത്തിൽ പ്രവേശിക്കും. രാവിലെ 9 മണിക്ക് അത്താണിക്കൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര മോങ്ങൻ ടൗണിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടക്കുന്ന വിധം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു. മെയ് 10 മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്നെല്ലാമായിട്ട് പൊന്നാനി, തിരൂര്, താന്നൂര്, വളാഞ്ചേരി മണ്ഡലങ്ങളിലൂടെയാണ് പര്യടനം നടന്നത്. സാഹോദര്യ കേരള പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരങ്ങൾ, കലാപരിപാടികൾ എന്നിവ ജാഥയുടെ ഭാഗമായി നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി കേരള ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പദയാത്രയുടെ മുന്നോടിയായി മണ്ഡലത്തിലെ മൊറയൂർ, കോഡൂർ, പൂക്കോട്ടൂർ, ആനക്കയം പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും പാർട്ടി പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രാദേശിക പദയാത്രകൾ നടത്തി. മണ്ഡലം പ്രസിഡന്റ് KN അബ്ദുൽ ജലീൽ, സെക്രട്ടറി മെഹബൂബ് റഹ്മാൻ, അംഗങ്ങളായ KP മൊയ്തീൻകുട്ടി, KM ഫസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണയിലെ അഗ്നിരക്ഷാ നിലയത്തിലെ 9 സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾക്ക് സത്സേവന പത്രം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് ആദരം നൽകുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ 9 സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾക്കാണ് സത്സേവന പത്രം നൽകുക. ഷിഹാബുദ്ദീൻ ചോലക്കൽ, C മുഹമ്മദ് അൻവർ, V അൻവർ, AK മുഹമ്മദ് ഷഫീഖ്, P സുനീർ ബാബു, NK പ്രതീഷ്, P ശരൺ ദീപക്, K ഫവാസ്, V ഷഫീഖ് എന്നിവരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് റീജിയണൽ ഫയർ ഓഫീസർ സേവന പത്രം നൽകി ആദരിക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് ആദരം നൽകുന്നത്. CCN പെരിന്തൽമണ്ണ. MEC7 വ്യായാമ കൂട്ടായ്മ തൂത മേഖലാതല മെഗാസംഗമം സമാപിച്ചു. MEC7 ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ P സലാഹുദ്ദീൻ നേതൃത്വം നൽകി. സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും. പരിശീലനത്തിൽ പെരിന്തൽമണ്ണ, താഴേക്കോട്, കുന്നക്കാവ്, മണലായ, മുത്തുകുർശി, അമ്മിനിക്കാട്, മുത്തിരമണ്ണ, അരക്കുപറമ്പ്, പൂവത്താണി, പാറൽ, തൂത എന്നീ യൂണിറ്റുകളിലെ വനിതകൾ ഉൾപ്പെടെ 1000-ഓളം അംഗങ്ങൾ പങ്കെടുത്തു. MEC7 ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ P സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യത്തെ ഒരു രോഗ അവസ്ഥയിലേക്ക് വരാത്ത തരത്തിലേക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തുന്ന
ഇതിന്റെ വിവിധ മേഖലകളുണ്ടല്ലോ, നമ്മളെ ജിമ്മൊക്കെ അടക്കമുള്ള വിവിധ മേഖലകളിലാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ചൂഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ബിസിനസ്സാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സംവിധാനത്തിൽ അതിന് തീർത്തും ഒരു സേവനം മാത്രമായി കണക്കാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്തി പോകാം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ തുടങ്ങിയ ഒരു യോഗ ക്ലബ്ബ് ആയിക്കൊണ്ട് തുടങ്ങി വലിയ ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ മാറിയ NP ബഷീർ അധ്യക്ഷനായി. ചടങ്ങിൽ സക്കീർ ഹുസൈൻ പാറൽ സ്വാഗതവും പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K രാമകൃഷ്ണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മജീദ് കൊല്ലത്ത് തൂത ഉപഹാര സമർപ്പണം നടത്തി. തൂത MEC7 കോർഡിനേറ്റർ മജീദ് വാഴേങ്ങൽ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ആഘോഷത്തിമിർപ്പിൽ തൂതയിൽ പൂരത്തിന് മുന്നോടിയായി കാളവേല ആഘോഷിച്ചു. രാത്രിയോടെ തട്ടകദേശങ്ങളിൽ നിന്ന് 45 ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷത്തിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിലെത്തി. രാവിലെ 7-ന് ആറാട്ടോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വൈകിട്ടോടെ വിവിധ തട്ടകദേശങ്ങളിൽ നിന്ന് 45ഓളം ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷത്തിന്റെയും ചവിട്ടുകളിയുടെയും അകമ്പടിയിൽ തൂതയിലേക്ക് നീങ്ങി. രാത്രി വെളിച്ചപ്പാട് കാളക്കോലങ്ങളെ അരിയെറിഞ്ഞ് സ്വീകരിച്ചു. പഞ്ചവാദ്യസമേതം കാളയിറക്കവും മേളസമേതം പ്രദക്ഷിണവുമുണ്ടായി. തുടർന്ന് പാനവേലയും തായമ്പകയും നടന്നു. CCN ചെർപ്പുളശ്ശേരി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.